ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 7ാമത്തെ പാഠം തിളങ്ങുന്ന കൂട്ടുകാർ. എല്ലാ കൂട്ടുകാരും തിളങ്ങുന്ന കൂട്ടുകാർ എന്നുള്ള പാഠഭാഗത്തിന്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് മാത്രമല്ല, നമ്മുടെ പ്രവർത്തന പുസ്തകം, കുഞ്ഞെഴുത്തുള്ള പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും, മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7ാമത്തെ പാഠം തിളങ്ങുന്ന കൂട്ടുകാർ എന്നുള്ള പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതുക. അതായത് നമ്മുടെ ഈ പാഠത്തിൽ 7ാമത്തെ പാഠത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളാണ് നമ്മുടെ പാഠഭാഗം വായിച്ച് കണ്ടെത്തിയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നോക്കൂ. ഉ, ബ, ക്ഷ, ജ, ഗ, ന്ത. അപ്പൊ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ, 2 വാക്കുകൾ വീതമാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് പ്രവർത്തനം 2. രണ്ടാമത്തെ പ്രവർത്തനം കടങ്കഥയ്ക്ക് ഉത്തരം എഴുതുന്നതാണ് കേട്ടോ. ഉത്തരം പറയാമോ എന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്ന ഈ മഞ്ഞ വട്ടത്തിനകത്ത് എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിന്റെ ഉത്തരവാണ് എഴുതേണ്ടത്. കടങ്കഥയാണ്. ഒന്നാമത്തെ കടങ്കഥ എന്താ? തലയ്ക്കുമീതെ നീല നിറത്തിൽ വമ്പൻ കുടയുന്നുണ്ടല്ലോ, അതിൻ പേരൊന്ന് ചൊല്ലാമോ? ഉത്തരം എന്ത് ചെയ്യാ? ഉത്തരം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉത്തരം എന്ത് ചെയ്യണം? ഇവിടെ എഴുതുക. രണ്ടാമത്തെ 1000 പൊടിയരി അതിലൊരു തേങ്ങാപ്പൂള്. മൂന്നാമത്തെ ചോദ്യം നല്ലൊരു കണ്ണാടി തുടച്ചാലും അഴുക്ക് പോകാത്തൊരു വട്ടക്കണ്ണാടി. അപ്പൊ ഈ 3 ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യണം? ഈ 3 കടങ്കഥയുടെ ഉത്തരം എഴുതുക. 3 മാർക്കിന്റെ ചോദ്യമാണിത്. അടുത്തത് പ്രവർത്തനം 3. മൂന്നാമത്തെ പ്രവർത്തനം എന്താ നമുക്ക് നോക്കാം. മൂന്നാമത്തെ പ്രവർത്തനം നിറം കൊടുക്കാം. ഇവിടെ എന്തിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? രാത്രിയിലെ ആകാശ കാഴ്ചയാണ് അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു രാത്രിയിലെ ആകാശ കാഴ്ച എങ്ങനെയാണ്, പകലുണ്ടാവുന്ന ആകാശ കാഴ്ച എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ പാഠഭാഗത്ത്. അപ്പൊ രാത്രിയിലെ ആകാശ കാഴ്ചയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം രാത്രിയിലെ ആകാശത്തെ കുറിച്ച് എഴുതുക. അപ്പൊ നമ്മൾ രാത്രിയിലെ ആകാശ കാഴ്ചയുടെ ചിത്രമാണ് നമ്മൾ മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടത്. നാലാമത്തെ പ്രവർത്തനത്തിൽ ആ ആകാശത്തെ കുറിച്ച്, രാത്രിയിൽ കാണുന്ന ആകാശത്തെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? വാക്കുകളായിട്ടല്ല എഴുതേണ്ടത്, വാക്യങ്ങളായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതായത് സെന്റൻസ് ആണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ് രാത്രിയിലെ ആകാശത്ത് കാണാൻ സാധിക്കുന്നത്, അതാണ് എന്ത് ചെയ്യേണ്ടത്? സെന്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഒരു 5ഓ 4ഓ സെന്റൻസ് എഴുതുക. അതാണ് നമ്മുടെ പ്രവർത്തനം 4. ഓക്കെ, അടുത്തത് പ്രവർത്തനം 5 ആണ്. അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? നമ്മുടെ 5ാമത്തെ പ്രവർത്തനമാണ് കേട്ടോ ഇത്. 5ാമത്തെ പ്രവർത്തനം നക്ഷത്രങ്ങളെ കുറിച്ച് ഒരു കടങ്കഥ. എന്താണ് 5ാമത്തെ പ്രവർത്തനം? നക്ഷത്രങ്ങളെ കുറിച്ച് ഒരു കടങ്കഥ എഴുതൂ. അതായത് നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മളിപ്പോ 3 കടങ്കഥകൾ വായിച്ചു അല്ലെ? അതേപോലെ ഒരു കടങ്കഥ നക്ഷത്രങ്ങളെ കുറിച്ചാണ് എഴുതേണ്ടത്. അതായത് സെന്റൻസ് ആയിട്ട് ഉണ്ടാക്കി എഴുതണം. നക്ഷത്രങ്ങൾ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥയാണ് എഴുതേണ്ടത്. അതാണ് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ 5 പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ 7ാമത്തെ പാഠത്തില് യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സിൽ 5 പ്രവർത്തനങ്ങളുണ്ട്. ഈ 5 പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു നോക്കുക. അതിലെല്ലാം ഈ ചോദ്യത്തിന് ഉത്തരവും ബന്ധപ്പെട്ട നമ്മൾ ഭാഗങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങളും അക്ഷരങ്ങൾ വരുന്ന വാക്കുകളൊക്കെ കണ്ടെത്താൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.